ആരാന്ന് ആളെ പറയണം ഞാൻ. ഞാൻ മേലിയാമറ്റത്ത് CPM-ൻ്റെ ഒരു പ്രവർത്തനാണ്. കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതി, നവംബർ മാസം 2-ാം തീയതി പ്ലാസ്ന പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഗാനമേള കഴിഞ്ഞ് മേലുകാവിലേക്ക് വരികയായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ മേലുകാവിലേക്ക് വരികയായിരുന്ന അജിത്ത് അഭിജിത്ത് എന്ന് പറയുന്ന 2 കുട്ടികളും അവരുടെ ഒരു കൂട്ടുകാരനും ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ രഞ്ജിത്ത് എന്ന് പറയുന്ന കളത്തുകുടി താമസിക്കുന്ന ഒരാൾ. രഞ്ജിത്ത് അറിയാം, കൃത്യമായിട്ട് അറിയാം. രഞ്ജിത്ത് വരിക്കാനിക്കൽ മൊഴിയുണ്ട് നമ്മുടെ ഇതിൽ. രഞ്ജിത്ത് ഭാസ്കരൻ വരിക്കാനിക്കൽ വീട്ടിൽ രഞ്ജിത്ത് സ്കോർപിയോ ആയിട്ട് ഉറയെ വന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ട് പോകുകൂടാ ഞങ്ങളുടെ നാട്ടിൽ കൂടെ എന്ന് ചോദിച്ച് വണ്ടി വിലങ്ങിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞ് ചേട്ടാ ഇനി ഞങ്ങൾ പാട്ട് വെക്കുന്നില്ല, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞവർ സാധാരണ രീതിയിൽ അവർ വണ്ടി മുമ്പോട്ടെടുത്ത് പോയതിന് ശേഷം കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ ആദ്യം വെച്ചത് നമുക്ക് മുമ്പ് തെള്ളിയാമറ്റത്തെ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഇരുന്ന ഭാഗത്ത് വെച്ചാണ്. അവിടുന്ന് പിന്നെയും 2 പ്രാവശ്യത്തോളം ഈ ഓട്ടോറിക്ഷനെ വിലങ്ങാൻ ശ്രമിക്കുകയും വിലങ്ങി വരുന്ന സമയത്ത് ഓട്ടോറിക്ഷ സ്ലോ ചെയ്യുമ്പോൾ വണ്ടി മുമ്പോട്ട് പോകുമല്ലോ, ആ ക്യാബിൽ കൂടെ 2 പ്രാവശ്യം ഈ ഓട്ടോറിക്ഷ ഇവരെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നെയും പിന്നാലെ വന്നു. ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് പ്ലാസ്റ്റായിൽ നിന്ന് വരുമ്പോൾ തെള്ളിയാമറ്റത്തു നിന്ന് പ്ലാസ്റ്റായിൽ അവിടെ പൂവത്താനി ഷാപ്പിൻ്റെ അവിടുത്തെ കയറ്റം കയറുന്നതിൻ്റെ അവിടെ വലസൈഡിൽ മുകളിലാണ് ഇയാൾ താമസിക്കുന്നത്. ആ സ്ഥലമെല്ലാം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വന്ന് വെട്ടിപ്പറമ്പിലുള്ള ഇറങ്ങുന്നിടത്ത് വെച്ചാണ് വീണ്ടും അവസാനമായിട്ട് ഇയാൾ ഈ ഓട്ടോറിക്ഷ വിലങ്ങി നിങ്ങൾക്ക് എന്നെ കളിയാക്കിയിട്ട് പോകാറായോടാ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചുകൊണ്ട് വീൽ സ്പാനറുമായിട്ട് ഇറങ്ങി ഇവരെ ആക്രമിക്കുന്നു. ആക്രമണത്തിൽ അവർ ചൊടി പൊട്ടിയിട്ടുണ്ട്, മൂക്കിനൊക്കെ വേദനയൊക്കെ ഉണ്ട് പിള്ളേരുടെ. പക്ഷേ അതിനുശേഷം അവർ രക്ഷപ്പെടാനുള്ളൊരു വ്യഗ്രതയിൽ അവിടെ ഉന്തും തള്ളും ബഹളവും ഈ വീൽ സ്പാനർ പിടിച്ചു മേടിച്ചെല്ലാം നടന്നിട്ടുണ്ട്. 2 കുട്ടികളാണ് അവർ, 19ഉം 20ഉം വയസ്സുള്ള 2 പിള്ളേർ. അവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യനാണെങ്കിൽ അത്രയും വയസ്സേ ഉള്ളൂ. ആ പയ്യൻ്റെ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. ഈ 2 പിള്ളേരേ ഉള്ളൂ. അവിടെ ഈ വഴി വിലങ്ങിയപ്പോൾ വണ്ടികളെല്ലാം കുറേ വന്ന് ബ്ലോക്കായപ്പോൾ ആളുകളും കുറേ പേര് ഇറങ്ങി വന്നു. ഇവർ ഉന്തും തള്ളും ഉണ്ടായി, ബഹളത്തിൽ വീണ് ഇവർ പെട്ടെന്ന് വീണ് ഇദ്ദേഹത്തിൻ്റെ നെറ്റിയെ കൂടെ ചോര വരുന്നത് കണ്ട് പേടിച്ച് പിള്ളേർ വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞ് കളത്തക്കുട ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടികളുടെ ഇവർ പന്ത് കളിക്കാനും മറ്റു പരിപാടിക്കൊക്കെ പോകുന്ന പ്ലാസ്റ്റായാലും കളത്തക്കുടയിലും എല്ലാം കൂട്ടുകാരുണ്ട്. അവർ കൂട്ടുകാർ പറഞ്ഞ് ഇത് രഞ്ജിത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവർ 3-4 വണ്ടിക്ക് ആളുകളുണ്ട്, ഓമിനിയുണ്ട്, മാരുതി കാറുണ്ട്, അവർ നിങ്ങളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എവിടെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് ഇവരുടെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എടമറുക് പള്ളിയുടെ അടുത്തുള്ള മൂക്കാന്തോട്ടത്തിൽ ബാബു എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്ന അയാളുടെ വീട്ടിലോട്ടുള്ള വഴിയിലേക്ക് ഒരു 50 മീറ്ററോളം ഉള്ളിലേക്ക് കയറ്റി വണ്ടി ഇട്ടിട്ട് ആ പറമ്പിൽ കൂടി ഈ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഈരാറ്റുപേട്ട പോലീസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈരാറ്റുപേട്ട പോലീസ് 2 വണ്ടി പോലീസും മേലിയാവിലൊരു പോലീസും ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളുകളുടെ 2-3 വണ്ടി, ഈ പോലീസ് വണ്ടിയുടെയൊക്കെ നടുക്കാണ് ഇവർ എസ്കോർട്ട് പോലെ പോകുന്നത്. ഇവരെ എസ്കോർട്ട് പോലെ കൊണ്ട് നടന്ന് ഈ പിള്ളേരെ അന്വേഷിക്കുക ഈ സംഭവത്തിന് ശേഷം. പക്ഷെ അന്വേഷിച്ച് എന്താണ്, ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയ വിവരം വഴിയിലൂടെ പെരുന്നാൾ കഴിഞ്ഞ് വന്ന ഒരു കുടുംബത്തെ 3 അംഗ സംഘം ആക്രമിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് ഇതുപോലെ ഗൗരവമായി ഇടപെട്ടതും രാവിലെ 3:30 FIR ഇട്ടിട്ടുണ്ട്. 3:30 FIR ഇട്ടതും കേസെടുത്തതുമൊക്കെ അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു വിവരം. എൻ്റെ പരാതി എന്ന് പറയുന്നത് ഈ സംഭവം നടന്നു, പോലീസ് വന്നു, അന്വേഷിച്ചു, നേരം വെളുത്തു, പിള്ളേർ ഒളിവിൽ പോയി, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 9 ദിവസമായി. ഇപ്പോഴും പോലീസ് മാവോയിസ്റ്റുകളിൽ തപ്പുന്ന പോലെ ഈ പിള്ളേരെ തപ്പി നടക്കുക. അദ്ദേഹത്തിൻ്റെ ഈ കുട്ടികളുടെ അച്ഛൻ്റെ അനിയനെ ഇന്നലെ സെക്ഷൻ 335 പ്രകാരമുള്ള നോട്ടീസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിഞ്ഞില്ലെന്നാണ് അറിവ്. കാരണം ചങ്ങനുവേദന ഉണ്ടായി. മെഡിക്കൽ കോളേജിൽ ഇന്ന് ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സയിലാണ്. അദ്ദേഹം ഇന്നലെ പോയിട്ടില്ല. അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരെ വീടുകളിലെല്ലാം പോലീസ് കയറി ഇറങ്ങുക. എന്നാൽ ഇത്രയും ദിവസമായി ഈ സംഭവത്തിൻ്റെ ഒരു മെറിറ്റ്, ഈ കുട്ടികൾ ബോധപൂർവമാണോ ഇത്തരം പ്രവൃത്തി ചെയ്തത്
ഇത് ഇവിടുന്ന് വണ്ടിയായിട്ട് പോയി, സാധാരണഗതിയിൽ നമ്മളൊരു വണ്ടിയൊക്കെ ആയി ഒരാളെ പോയി ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലത്തെ ഒരു കേസാണ് ഇത്. മനഃപൂർവ്വമായി മദ്യപിച്ച് ഈ പിള്ളേർ വണ്ടി വിലങ്ങി അവിടെ ഉണ്ടായ ഒരു സംഭവത്തിൽ ഇത്രയും വലിയ റിസ്ക് എടുത്ത് പോലീസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും വലിയ അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അന്വേഷിക്കണം കേസുണ്ടായാലും. പക്ഷേ ഇത് പോലീസ് അതിൻ്റെ മാവോയിസ്റ്റുകളെ തപ്പുന്ന പോലെ ഈ ചെറിയ പിള്ളേരെ, 37 വയസ്സുകാരനാണ് ഈ ആക്രമണത്തിന് ഈ പിള്ളേരെ ആക്രമിച്ചത്. ഈ ചെറിയ പിള്ളേരെ തപ്പി നടക്കുന്നത് അതൊരു ശരിയല്ലാത്തൊരു പ്രവണതയാണ്. കുറ്റം ആ രീതിയിൽ ശിക്ഷിക്കണം. പക്ഷേ ആ കുറ്റം നടക്കാനുണ്ടായ കാരണം, ക്രൈം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിയായ ആളുടെ ഇതിലൂടെ പരിശോധിക്കണം എന്നതാണ് ഒന്നാമതായിട്ട് ഉള്ളത്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഈ ഓട്ടോറിക്ഷ കൊണ്ടിട്ട സ്ഥലത്ത് ഇവർ രാത്രി വണ്ടി പോയി കണ്ടുപിടിക്കുന്നു. ആ വണ്ടി പിടിച്ചെന്ന് സമീപവാസികളുടെ അന്വേഷണത്തിൽ പറഞ്ഞ് രാത്രി കുറേ ആളുകൾ വന്ന് വണ്ടി എടുത്ത് വന്നിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 10-10 കൂടി ഈ ഓട്ടോറിക്ഷ കിടന്ന സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറേ കളത്തുകുടലുള്ള മഞ്ചപ്പിളാക്ക് ശശി എന്ന് പറയുന്ന ആൾ സ്ഥലം മേടിച്ചിട്ടുണ്ട്. മൂക്കാന്തോട്ടത്തിൽ ബാബുവിനോട് സ്ഥലം മഞ്ചപ്പിളാക്ക് ശശി വാങ്ങിയിട്ടുണ്ട്. ആ ശശിയുടെ പറമ്പിൽ ഒരു ചെറിയ ഹിറ്റാച്ചി പണിയെടുത്തുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ 10-10 ആയപ്പം ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ ഓട്ടോറിക്ഷ ഇടിച്ച് ചളുക്കി തോട്ടിലേക്ക് തള്ളിയിടുക. ഏറ്റവും ആ വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് നമ്പറുള്ളതാണ്. ഈ നമ്പർ നമ്മൾ ശരിക്കും കാണുന്നത്, കാരണം ഈ നമ്പർ ഇവർ വലിച്ചു പറിച്ച് കളഞ്ഞു. ഈ നമ്പരും വലിച്ചു പറിച്ച് കളഞ്ഞിട്ടാണ് ഇവർ ഈ ഓട്ടോറിക്ഷ ഇത്തരത്തിൽ തള്ളിയിട്ടിരിക്കുന്നത്. ഈ തള്ളിയിട്ടതിന് 3-ാം തീയതി തന്നെ, ഈ 3-ാം തീയതി രാവിലെ 10:00 നടന്ന സംഭവത്തിന് 3-ാം തീയതി തന്നെ ഈ കുട്ടികളുടെ അമ്മ തലേ ദിവസം വൈകുന്നേരം വീട്ടിൽ ഇവർ തപ്പിച്ചെന്നായിരുന്നു. ചീത്ത വിളിച്ച് അവളെ പൊക്കും, എൻ്റെ വണ്ടിയും കത്തിക്കും എന്നൊക്കെ പറഞ്ഞു. ആ വീട്ടിൽ ചെന്ന് ചീത്ത വിളിച്ചതിനും പിറ്റേ ദിവസം ഈ ഓട്ടോറിക്ഷ തകർത്തതിനും മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഇതുവരെയും അതിന് യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. അപ്പം ആരെ സഹായിക്കാനാണ് ഈ പോലീസ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ പാറമണമായിട്ട് ബന്ധമുള്ളവർ, ടിപ്പർ ലോറി സ്വന്തമായിട്ടുള്ളവർ, ഇവരുമായിട്ട് സ്വാഭാവികമായിട്ട് മിക്കവാറും പോലീസുകാർക്കൊക്കെ നല്ല ബന്ധമുണ്ടാവും. കാരണം ആ ബന്ധപ്പെട്ടാണ് ഇത് പോവുള്ളൂ. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സഹായം അവർക്കാണ് ഈ പോലീസ് കൊടുക്കുന്നത്. അതാണ് എനിക്ക് ഈ ഒരു പരാതിയിലൂടെ ഉന്നയിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ പോലീസിന് കണ്ടാൽ തന്നെ മനസ്സിലാവും. വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്ത് നിർത്തി, എന്തിനാടാ എന്നെ ചീത്ത വിളിച്ചത് എന്ന് ചോദിച്ചു. വണ്ടി നമുക്കറിയാം ഓവർടേക്ക് ചെയ്യുന്ന വലത് സൈഡിൽ കൂടെയാണ്. ഓട്ടോറിക്ഷാനെ വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വിലങ്ങിയാൽ സ്വാഭാവികമായി ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നവരെ സ്കോർപ്പിയോയിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് കാണത്തില്ല. അപ്പോൾ ഡ്രൈവർ ഇറങ്ങിയിട്ടില്ലെന്നും ഈ ഡ്രൈവറെ ഇവരിറങ്ങി വന്ന് വലിച്ച് അടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചതാണ്, എന്തിനാണ് നീ ഞങ്ങളെ ചീത്ത വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി വന്ന് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ വിലങ്ങിയിരിക്കുന്ന വണ്ടി എങ്ങനെ മുഖാമുഖം കാണും? അത്തരത്തിലൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത്. ചുമ്മാ വെറുതെ പൊട്ടത്തരം എഴുതി വെച്ച് ഈ എസ്ഐയൊക്കെ ഈ ഇത് തയ്യാറാക്കുന്ന എസ്ഐയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ചുമ്മാ. അപ്പോൾ അത്തരം സംഭവം ഉണ്ടായതിൽ ഈ മൊഴിക്കകത്ത് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഇത്തരം പിന്നെ ഇതിനകത്തൊന്നും ആരുടെ പേരില്ല, ഓട്ടോറിക്ഷയുടെ നമ്പറില്ല, ഇതൊന്നും ആരും കണ്ടിട്ടില്ല. കാരണം നമ്പറില്ലാതെ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ നശിപ്പിച്ചതിന് ശേഷം ഈ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടാണ് ഇവർ ഓട്ടോറിക്ഷ നശിപ്പിച്ചിട്ടുള്ളത്. കാരണം തലേദിവസം ഇവൻ്റെ മൊഴിക്ക് അത് നമ്പർ പറഞ്ഞിട്ടില്ല. നമ്പറുള്ള വണ്ടിയാണല്ലോ, പറഞ്ഞിട്ടില്ല. അതാണ് ഈ സംഭവമായിട്ട്. ഒന്ന്, ഈ ഓട്ടോറിക്ഷ നശിപ്പിച്ചതിൻ്റെ പേരിൽ നമ്മൾ കൊടുത്ത പരാതിക്ക് നമ്മൾ കേസെടുക്കണം. വിധവയായൊരു സ്ത്രീയെ, അവർക്ക് ആകെ 2 മക്കളോ, രോഗിയാണ്, അവർ മറ്റ് പണിക്കൊന്നും പോകുന്നില്ല. ഈ 2 പിള്ളേർ ഓട്ടോറിക്ഷ ഒരുത്തൻ പെയിൻറ്റിങ്ങിന് പോയി, ഒരുത്തൻ ഓട്ടോറിക്ഷ ഓടിക്കും. ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവരിപ്പോൾ ഒരാഴ്ചയായിട്ട് ഒളിവിലാണ്. അവരുടെ ഉണ്ടായിരുന്ന ഒരു മുതൽ അത് ഇതുപോലെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഗൗരവമായിട്ട് മാനുഷിക പരിഗണന അനുസരിച്ച് പോലീസ് കാണണം. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളവരാണ്. അത് പോലീസ് നിർവഹിക്കണം. ഞാൻ മുമ്പൊരു കേസിൽ പോലീസിനെതിരെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്തു, ഒരു വഴിത്തർക്കമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വഴിയാണ്, റോഡാണ്. ആ റോഡ് ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ അടുത്ത പറമ്പുകാരൻ പറഞ്ഞത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞത് തർക്കം ഉണ്ടാകുന്നു. കോടതിയിൽ ഇഞ്ചക്ഷനായി കേസൊക്കെ ആകുമ്പോൾ അയാളുടെ കൂടെ പോലീസ് വന്ന് ഈ വഴി അടയ്ക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ വഴി അടയ്ക്കാൻ, വഴി നല്ല നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടി ഓടിക്കുന്ന വഴി. ആ സംഭവത്തിന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഒരു പരാതി കൊടുത്തപ്പോൾ അന്നിരുന്നൊരു മജിസ്ട്രേറ്റ് എന്നോട് പറഞ്ഞൊരു കാര്യം, രേഖകൾ നോക്കി കാണാം, 2022 ആ കാലത്ത് ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ
സ്വത്ത് ആരെങ്കിലും ബലമായി അപഹരിക്കുന്നു എന്ന് തോന്നിയാൽ അയാളെ കൊല്ലാൻ വരെയുള്ള അവകാശം ഒരു പൗരൻ എന്നുള്ളതിൽ നിങ്ങൾക്കുണ്ട്. ഒരാൾക്കുണ്ട്. അയാൾ കൊല്ലാൻ വരെ നമ്മളെ ആക്രമിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വത്തും ബലമായി ആരെങ്കിലും എടുക്കുന്നു എന്ന് വരുന്ന പക്ഷം. ഇവിടെ സംഭവം ഉണ്ടായത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇവരെ ആക്രമിച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല എന്നുള്ള സമയം വന്നപ്പോഴാണ് ഒന്നും തള്ളും ബഹളം വെച്ച് പിള്ളേർ ഓടി രക്ഷപ്പെട്ടത്. ആണ് ഇവരുടെ പേരിൽ നിലവിൽ കേസുകളൊന്നും തന്നെ ഉള്ളവരല്ല. മറ്റ് ആളുകളൊന്നും അല്ല ഈ പിള്ളേർ. മര്യാദയ്ക്ക് ജീവിക്കുന്ന പിള്ളേരെ ഇത്തരത്തിൽ കേസിൽ പ്രതിയാക്കി ദ്രോഹിക്കുന്ന ഈ നടപടി, ഇത്തരം നടപടികൾ എന്നുവെച്ചാൽ ഈ ക്രൈം ഉണ്ടാക്കുന്നവനും കൂടെ ഉത്തരവാദിയാകുന്ന തരത്തിലേക്ക് നമ്മൾ അത് മാറണം. പോലീസിൻ്റെ അന്വേഷണം മാനുഷികമായിട്ട് അന്വേഷിച്ചാൽ പോലീസ് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ചായിരുന്നെങ്കിൽ എന്താണ് സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാവും. ഇപ്പോൾ അവൻ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാലാകാലം മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നിങ്ങൾ വേണേൽ കോടതി തെളിയിച്ചെന്നൊക്കെയാണ് ചിലരോട് ചോദിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ അതുപോരല്ലോ. പോലീസിന് ചില ഉത്തരവാദിത്വമുണ്ട്. ഈ ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാം. ഓക്കെ, ഇല്ലല്ലോ. ആശുപത്രി കിടന്നു അല്ല, തലയ്ക്ക് വരിക. ഞങ്ങൾ കൊടുത്ത പരാതിയിലുണ്ട്. FIR കോപ്പി എല്ലാം ഞാൻ വേണേൽ കൊണ്ടുവന്നിട്ടുണ്ട്. പരാതി കൊടുത്ത പരാതി ഇതിനകത്തുണ്ട്, ഒരു കോപ്പി ഉണ്ട്. പിള്ളേരുടെ ഭാഗം പറഞ്ഞാൽ കീഴടങ്ങുന്നതിന് കുഴപ്പമില്ല. ഈ കേസൊക്കെ എടുക്കണം. നമുക്കിതേ ഉള്ളൂ. മാവോയിസ്റ്റുകളെ കീഴടക്കി നാളെ മറ്റന്നാളോ നമുക്ക് കീഴടങ്ങി ഇത് കൊടുക്കണം. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ നമുക്ക് ഇത്തരം പ്രവണതകൾ ഇപ്പം നാളെ എൻ്റെ മകൻ ഒരു വണ്ടി ഓടിച്ചിട്ട് വരുമ്പോൾ സംഭവിക്കാം. നിങ്ങളുടെ ആരുടെയും മകളോ നമുക്ക് സംഭവിക്കാം. ഒരു മദ്യപാനിയായ ഒരാൾ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു കേസിൽ പ്രതിയാകും. നമ്മുടെ ഭാവി ഈ ആളുകൾ, ഈ കുട്ടികളിലൊക്കെ ഭാവി പോയി. അത്തരം ഭാവി പോകുന്ന തരത്തിലേക്ക് കേസിൽ അപ്രതീക്ഷിതമായി പെടുമ്പോൾ അത് ഒരു ഗൗരവമായിട്ട് പോലീസ് കാണണം. ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഭരണഘടന എങ്ങനെയാണല്ലോ, അതാണ്.